അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലുള്ള ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും ജാമിയ അൽ ഹിന്ദിൻ്റെ ചെയർമാനുമായ PN അബ്ദുൽ ലത്തീഫ് മദനി, വേദിയിലുള്ള ബഹുമാന്യ പണ്ഡിതൻ, നമ്മുടെ ജാമിയയുടെ റക്ടർ കൂടിയായ ലജ്നത്തുൽ ബുഹൂത്തുൽ ഇസ്ലാമിയയുടെ നമ്മുടെ പണ്ഡിത സഭയുടെ ചെയർമാനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, വേദിയിലുള്ള മറ്റു സംഘടനാ സാരഥികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, സഹോദരീ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ജാമിയയുടെ മുറ്റത്ത് വീണ്ടും നമുക്ക് സംഗമിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഈ ജാമിയ അൽ ഹിന്ദിന് ഇതിൻ്റെ മുറ്റത്തേക്ക് ഇനിയും വരാൻ സാധ്യമാകാത്ത ഒട്ടനവധി ആളുകൾ നമ്മുടെ പ്രസ്ഥാന കുടുംബത്തിൽ തന്നെ ഉണ്ട്. അതിനുള്ളൊരു പ്രധാന കാരണം, ഇതുപോലെയുള്ള വലിയ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ എല്ലാവരെയും മനസ്സറിഞ്ഞുകൊണ്ട് വരണമെന്ന് പറഞ്ഞ് ക്ഷണിക്കാൻ മാത്രമുള്ള ഒരു ധൈര്യം പലപ്പോഴും നമുക്ക് ലഭിക്കാറില്ല. നിങ്ങൾക്കറിയാം ഇവിടെയുള്ള അസൗകര്യങ്ങൾ. പണ്ടൊരാൾ കല്യാണത്തിന് ക്ഷണിച്ചതുപോലെ കല്യാണം പറഞ്ഞു, ഡേറ്റ് പറഞ്ഞു, എല്ലാം പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു പോയപ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര കൺഫ്യൂഷൻ. എന്തേ അയാൾ ചെല്ലണമെന്ന് പറഞ്ഞില്ല, ആരൊക്കെ പോകണമെന്ന് പറഞ്ഞില്ല. അതുപോലെ ഇതിൻ്റെ പോസ്റ്ററും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓൺലൈനിലൂടെയൊക്കെ നമ്മൾ പ്രചരിപ്പിച്ചു. പക്ഷേ നിങ്ങളെല്ലാവരും വരണം എന്നാണ് ഉറപ്പിച്ച് പറയാൻ ഇവിടെയുള്ള നമ്മുടെ സ്ഥലപരിമിതി, ഇങ്ങോട്ടുള്ള യാത്രാമാർഗത്തിൻ്റെ പ്രയാസം, അതുകൊണ്ട് നമുക്ക് സാധ്യമാകാറില്ല. എന്നാലും ജാമിയയോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം കാരണം ഇത് മനസ്സിലാക്കി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തകന്മാർ, അനുഭാവികൾ, ഈ ജാമിയയെ ഇഷ്ടപ്പെടുന്ന മറ്റ് അനേകം സഹോദരങ്ങൾ ഇവിടെ വന്നു ചേർന്നു. ഇത്രയും ആളുകൾ ഇവിടെ വന്നു ചേർന്നു എന്നത് വളരെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അള്ളാഹു നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ വളരെ വലിയ സന്തോഷം തോന്നുന്ന മറ്റൊരു കാര്യം, നമ്മുടെ ദഅ്വ മേഖല ഇന്ന് വളരെ സക്രിയമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമുഖങ്ങളായ പ്രോഗ്രാമുകൾ കൊണ്ട് ധന്യമാണ് ഇന്ന് നമ്മുടെ പ്രബോധന കേരളം. ഖുർആൻ സമ്മേളനങ്ങൾ കഴിഞ്ഞ് അതിനുശേഷം ഫാമിലി കോൺഫറൻസുകളിലേക്ക് നമ്മൾ കടന്നു. ടീൻ സ്പേസുകളിൽ നടന്നു. ഇൻഷാ അല്ലാഹ് ഇനി ഫെബ്രുവരി 10, 11 തീയതികളിൽ വരാനിരിക്കുന്ന നമ്മുടെ യൂത്തിൻ്റെ കോൺഫറൻസ് മലപ്പുറത്ത് ഒരു വെളിപ്പാടകലെ നടക്കാനിരിക്കുകയാണ്. അതിൻ്റെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഇന്ന് ഫീൽഡിൽ സജീവമാണ്. ഇങ്ങനെ ദഅ്വ മേഖല സജീവമായി നിൽക്കുന്ന ഘട്ടത്തിൽ ജാമിയയിലെ വിദ്യാർത്ഥികളും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നത് വല്ലാത്ത സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ പ്രോഗ്രാമിൻ്റെ ഒരു സവിശേഷത ആമുഖ സംസാരത്തിൽ ഇവിടെ സൂചിപ്പിച്ചു. ഇതിൻ്റെ ചുറ്റുപാടും, ജാമിയയുടെ ചുറ്റുപാടും വിദ്യയിലൂടെ വെളിച്ചത്തിലേക്ക് എന്ന ഈ സവിശേഷമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ധാരാളം വീടുകളിലൂടെ കടന്നു ചെല്ലാനും കുറേയധികം പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കാനും ഇവിടുത്തെ മക്കൾക്ക് സാധിച്ചു എന്നത് തന്നെയാണ്. ഇതിലൂടെ ധാരാളം സംഘാടകർ പുതുതായി ജനിച്ചിട്ടുണ്ട്. തിയറിയും പ്രാക്ടിക്കലും ഉണ്ടാകുമ്പോഴാണ് ലക്ഷ്യം കാണാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഇതുപോലെയുള്ള കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ പുതിയ കാലത്ത് പ്രബോധന രംഗത്ത് ഇറങ്ങുമ്പോൾ അത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകണം. അതല്ലെങ്കിൽ ഡ്രൈവിംഗ് നമ്മൾ പഠിക്കുന്നത് പുസ്തകം വായിച്ച് പഠിച്ച് ഡ്രൈവ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ പുസ്തകം വായിച്ച് വെള്ളത്തിൽ ചാടി നീന്തിയാൽ എങ്ങനെ ഉണ്ടാകും? ഇതുപോലെയായിരിക്കും ഈ പുതിയൊരു കാലഘട്ടത്തിൽ നമ്മൾ മതപരമായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അത് സമൂഹത്തിനോടൊപ്പം
സഞ്ചരിക്കുകയും സമൂഹത്തിൻ്റെ പൾസ് മനസ്സിലാക്കുകയും അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശം കൂടി അതിനോടൊപ്പം ചേർത്ത് കൊണ്ടുപോവുകയും ചെയ്താൽ മാത്രമേ പുതിയ കാലത്തെ അഭിസംബോധന ചെയ്യുവാൻ കരുത്തുള്ള പ്രബോധകന്മാരായി നമ്മുടെ മക്കൾക്ക് വളരാൻ കഴിയുകയുള്ളൂ. അതിനുള്ള ഒരു പരിശീലനം കൂടിയാണ് അൽ ബലാഗ് എന്ന പേരിൽ വർഷം തോറും ഈ ദഅ്വാ സമ്മേളനം നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതിന് ലക്ഷ്യം നിർവഹിക്കുന്ന രീതിയിൽ നമ്മുടെ സ്റ്റുഡൻസ് യൂണിയന് അതിൻ്റെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കാൻ കഴിഞ്ഞു എന്നതിൽ സന്തോഷമുണ്ട്. അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കുട്ടികൾ പഠനത്തിനിടയിലും ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇതിൻ്റെ കഠിനാധ്വാനത്തിലാണ് അവരോരോരുത്തരും ഉണ്ടായിട്ടുള്ളത്. ഈ ജാമിയ അൽ ഹിന്ദിനെ നാട്ടുകാർക്ക് പരിചയപ്പെടുത്താൻ ഇതിലൂടെ നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട്. മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെവിടെ നിന്ന് നേടുന്ന ഈ ഒരു വിജ്ഞാനം, നേരത്തെ പ്രഭാഷണങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പ്രായോഗികമായ സമീപനം നിങ്ങളുടെ നാടുകളിൽ നിങ്ങൾ അത് ചേർത്ത് പിടിക്കണം. അതിൻ്റെ മുന്നിൽ നടക്കുന്നവരായി നിങ്ങൾ മാറണം. അങ്ങനെ ഇൻഷാ അല്ലാ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ സാരഥികളായി, അതിൻ്റെ പിന്തുടർച്ചക്കാരായി, ഈ ഒരു പതാക ഏറ്റെടുക്കുന്നവരായി നിങ്ങൾ മാറണം എന്ന് തന്നെയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതിനുവേണ്ടിയാണ് ഇത്രയും വിഷമം സഹിച്ചുകൊണ്ട് ഈ സമൂഹം മുഴുവൻ ഈ ഒരു സ്ഥാപനത്തെ ഈ കുന്നിൻ മുകളിൽ പടുത്തുയർത്തിയിരിക്കുന്നത് എന്ന ഭാഗം നമ്മൾ വിസ്മരിക്കരുത്. ബഹുമാന്യനായ ഫൈസൽ മൗലവി ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഇന്നലകളും ഇതിൻ്റെ വർത്തമാനവും ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റുകളെ സംബന്ധിച്ചുമൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ നമുക്ക് വിഷമമില്ലാതെ ഈ സ്ഥാപനം നടന്നു പോകണമെങ്കിൽ ഒരു സ്ഥിര വരുമാനം എന്നത് ഏതൊരു സ്ഥാപനത്തിനും നിർബന്ധമാണ്. ആ ഒരു രംഗത്തുള്ള പുതിയൊരു കാൽവെപ്പാണ് ഇൻഷാ അല്ലാ മഞ്ചേരിയിലെ നമ്മുടെ പ്രോജക്റ്റ്. അപ്പോൾ അത് കേട്ടതുപോലെ എത്രത്തോളമാണ് നമുക്കതിന് കഴിയുക എന്ന് ആലോചിച്ച് മനസ്സറിഞ്ഞുകൊണ്ട് ആ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് സാന്ദർഭികമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനുള്ള വിഷയം മക്കൾ അമാനത്താണ് എന്നതാണ്. ഇതൊരു പുതിയ വിവരമല്ല, ഒരു പുതിയ അറിവല്ല. മക്കളുള്ളവർക്കെല്ലാം അറിയാവുന്ന ഒരു വിഷയമാണ്. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ടൈറ്റിലിൽ ഒരു വിഷയം ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത്, സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് എന്നത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. സാധാരണ പോകുന്ന വഴിയിലൂടെ പോകുമ്പോൾ പോലും മക്കളോടൊരു പക്ഷേ നമ്മൾ പറയും, പ്രത്യേകം സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്ന് ചില ഘട്ടങ്ങളിൽ നമ്മൾ പറയാറുണ്ട്. അതിന് കാരണം എന്താണ്? കഴിഞ്ഞ ദിവസം അവിടെ നിന്നൊരാളെ പാമ്പ് കടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം അവിടെ അങ്ങാടിയിലൊരു പ്രശ്നമുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രത്യേക പശ്ചാത്തലം ഉണ്ടാകുമ്പോൾ നമ്മൾ മക്കൾ കോളേജുകളിലേക്ക് പോകുമ്പോൾ, അങ്ങാടിയിലേക്ക് പോകുമ്പോൾ പ്രത്യേകം നമ്മൾ എടുത്തു പറയും, നീ സൂക്ഷിക്കണമെന്നത്. ഇതുപോലെ നമ്മുടെ മക്കളെ സംബന്ധിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ട, മക്കൾ നമ്മുടെ അമാനത്താണ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ആയിരക്കണക്കിന് കാരണങ്ങളാണ് അലമാലകളെപ്പോലെ നമ്മുടെ മുമ്പിൽ അലയടിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഈ ഒരു കാലഘട്ടത്തിൽ മക്കളെ സംബന്ധിച്ച് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതിനാദ്യം മക്കളെ സംബന്ധിച്ചുള്ള ചില സമീപനങ്ങളിൽ, രക്ഷിതാക്കളുടെ ചില സമീപനങ്ങളിലാണ് പൊളിച്ചെഴുത്ത് ആവശ്യമായിട്ടുള്ളത്. അതിലൊരു സമീപനം, നമ്മൾ പൊളിച്ചെഴുതേണ്ട ഒരു സമീപനം എന്ന് പറയുന്നത്, ഇന്ന് പല അനാശാസ പ്രവർത്തനങ്ങളിലേക്കും മക്കൾ കടന്നു പോകുമ്പോൾ രക്ഷിതാക്കൾ പറയുന്നത്, മക്കളൊക്കെ അവരുടെ തീരുമാനമനുസരിച്ചാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്, അവരുടെ ഇഷ്ടത്തിന് നിന്നു കൊടുക്കുകയല്ലാതെ ഇനി നമ്മൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചുകൊണ്ട് കൈമലർത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് പൊതുവേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ അങ്ങ് കൈമലർത്തേണ്ടവരല്ല ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ രക്ഷിതാക്കളായ നമ്മൾ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. മക്കൾ എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്. ഒരു റോഡ് മുറിച്ച് കിടക്കുന്ന സമയത്ത് കാഴ്ചപരിമിതിയുള്ള ഒരാളെ നമ്മൾ അത് റോഡ് മുറിച്ച് കിടക്കാൻ വേണ്ടി സഹായിക്കുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം അയാൾക്കല്ല, അയാളുടെ കൈ പിടിച്ച നമുക്കാണ്. കാരണം അയാൾക്ക് കണ്ണ് കാണില്ല,
ആ കണ്ണ് കാണാത്ത മനുഷ്യനെ സുരക്ഷിതമായി അപ്പുറത്തേക്ക് എത്തിക്കുന്ന കണ്ണ് കാണുന്ന വ്യക്തിക്കാണ് അതിൽ ചുമതലയുള്ളത്. ഇതുപോലെ നമ്മുടെ മക്കൾ, അവർക്ക് പക്വതയും പാകതയും വരുന്നതുവരെയുള്ള ഉത്തരവാദിത്തം നമുക്കാണ്. അവരിൽ എന്തെല്ലാം സംഭവിക്കുന്നുവോ ആ സംഭവിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം നമുക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് അത് കുട്ടികളൊക്കെ അവരെ കാര്യം അവരെന്നെയാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ഒരു കാരണവശാലും പാടില്ല. കാരണം ഇസ്ലാം നമ്മോട് പറയുന്നത് മക്കളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ, മക്കളെ നമുക്ക് ലഭിക്കുന്നതും മക്കൾ ലഭിക്കാതിരിക്കുന്നതും പരീക്ഷണമാണ് എന്നതാണ്. ചില ആളുകൾക്കിപ്പോൾ കല്യാണം കഴിച്ച് 10-15 വർഷം കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ നമ്മളൊക്കെ പ്രാർത്ഥിച്ചാലും ഒരുപക്ഷെ അത് കിട്ടിക്കൊള്ളണമെന്നില്ല. അതും ജീവിതത്തിലൊരു പരീക്ഷണമാണ്. നമുക്കൊരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ ഇല്ലാതെ വരുമ്പോൾ നാം എന്ത് ചെയ്യുന്നു എന്നത് തന്നെയാണ് അല്ലാഹു അവിടെ പരീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മക്കളെ കിട്ടിയ ആളുകളെ സംബന്ധിച്ചും ഖുർആൻ പറഞ്ഞത് എന്താ? ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന വല്ലാഹു ഇൻദഹു അജ്റുൻ അലീം. നിശ്ചയമായും നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ മക്കളും ഒരു പരീക്ഷണം മാത്രമാണ്. അള്ളാഹുവാകട്ടെ അവൻ്റെ പക്കൽ വമ്പിച്ച പ്രതിഫലമുണ്ട് താനും എന്നാണ്. അപ്പോൾ മക്കൾ എന്ന് പറയുന്നത് ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ അത് നമുക്ക് പടച്ച തമ്പുരാൻ നമ്മെ പരീക്ഷിക്കാൻ തന്നിരിക്കുന്ന അതാണ് മക്കൾ എന്ന് പറയുന്നത്. അവരുടെ കാര്യത്തിൽ ഓരോ രക്ഷിതാവും വിജയിക്കേണ്ടതുണ്ട് എന്നതാണ്. കാരണം ഇത് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി എന്ന ഹദീസ് കേൾക്കാത്തവരായി ആരും ഉണ്ടാവുകയില്ല. നിങ്ങളെല്ലാവരും ഭരണകർത്താക്കളാണ്, നിങ്ങളുടെ ഭരണീയരെക്കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്യുമെന്നാണ്. അതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു, വറജുലു റായിൻ അലാ അഹ്ലി ബൈത്തിഹി. ഒരു പുരുഷൻ, ഒരു മനുഷ്യൻ അവൻ്റെ വീടിൻ്റെ ഉടമസ്ഥനാണ്. വീട്ടുകാരെ സംബന്ധിച്ച് അവൻ മറുപടി പറയേണ്ടി വരും. അതുപോലെ ഉമ്മയെ സംബന്ധിച്ചും പറയുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, മക്കളെ അങ്ങനെ അങ്ങ് കയറൂരി വിട്ടാൽ നാളെ പരലോകത്ത് നമ്മൾ മറുപടി പറയേണ്ടി വരും എന്നാലോചിക്കണം. പ്രത്യേകമായി വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. നിങ്ങളുടെ നഫ്സിനെയും നിങ്ങളുടെ കുടുംബത്തെയും ആ നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്ത് രക്ഷിക്കണമെന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു താക്കീതാണ്. അപ്പം നരകാഗ്നിയിൽ നിന്ന് മക്കളെ രക്ഷപ്പെടുത്തുക, കുടുംബത്തെ രക്ഷപ്പെടുത്താനുള്ള ജോലി നിർവഹിക്കുക എന്നതും ഒരു പിതാവിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ കടമകളാണ്. ഈ കടമകളെല്ലാം പൂർത്തീകരിച്ചവർക്ക് മാത്രം ലഭിക്കുന്നതാണ് സ്വർഗം എന്ന് പറയുന്നത്. വല്ലദീനഹും ലി അമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഅ്മിനൂനിലൂടെയാണ് ഇത് പറയുന്നത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ വിജയിച്ച വിശ്വാസികളുടെ ലക്ഷണങ്ങൾ പറയുമ്പോൾ ഓർമ്മപ്പെടുത്തുന്നതാണെന്ത്? തങ്ങളുടെ അമാനത്തുകളെയും ഉടമ്പടികളെയും പാലിച്ചവർ കൂടിയാകുന്നു, അത് പൂർത്തീകരിച്ചവർ കൂടിയാകുന്നു അവർ എന്നതാണ്. അപ്പോൾ മക്കളെ നല്ല നിലക്ക് വളർത്തി വലുതാക്കി അവരെ മുത്തഖീങ്ങളാക്കി മുഖലിസീങ്ങളാക്കി അവർക്ക് ഇമാമുകളാക്കി മാറ്റുക എന്ന ആ ഒരു ദൗത്യം കൂടി ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞത്, കുട്ടികളെ അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കുകയല്ല, നമുക്കതിൽ ഉത്തരവാദിത്തമുണ്ട്. രണ്ടാമതായ ആളുകൾ പറയാറുള്ള ഒരു സമീപനം എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടികൾ ഇപ്പോൾ വിവിധ അഡിക്ഷനുകൾക്ക് അവർ വിധേയമാകുമ്പോൾ അതിനെക്കുറിച്ച് രക്ഷിതാക്കൾ പറയാറുള്ളത്, അത് ഈ പുതിയ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്, പുതിയ കാലത്തിൻ്റെ കുഴപ്പമാണ്, അതുപോലെ തന്നെ ഇവിടെയുള്ള സംവിധാനങ്ങളുടെ പ്രശ്നമാണ്, നമ്മൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ച് വിലപിക്കുന്നവരെയും നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് അവസാനം പറയുന്നത് പുതിയ കാലമല്ലേ, നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്ന അവസ്ഥയും നമുക്കിന്ന് കാണാൻ സാധിക്കും. ഇങ്ങനെ പോയാൽ എവിടെ എത്തും? ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയിലാണ് നമ്മൾ നമ്മുടെ ജില്ലയിൽ തന്നെ എല്ലാവരെയും ഞടുക്കുന്ന ഒരു വാർത്ത കണ്ടത്. എൻ്റെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് എനിക്ക് ആ വാർത്ത പത്രത്തിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നത്. അവൻ അക്ഷരം ഇങ്ങനെ കൂട്ടി വായിക്കാനും പഠിക്കുന്നേ ഉള്ളൂ. ആ കൂട്ടി വായിക്കാൻ പഠിക്കുന്ന കുട്ടിക്കത് മനസ്സിലായി വേഗം. അവനത് കൊണ്ടുവന്ന് എനിക്ക് കാണിച്ചു തന്നു. വാർത്ത മറ്റൊന്നുമല്ല, ഒരു കുട്ടി മൊബൈൽ ചോദിച്ച് ഉമ്മയോട് തർക്കിച്ച് അവസാനം ഉമ്മ കൊടുക്കാതെ വന്നപ്പോൾ ബാത്റൂമിൽ കയറി
ആ ക്ലോസറ്റിൻ്റെ മുകളിൽ കയറി നിന്ന് അവിടെ കിട്ടിയ അയയിൽ തോർത്തുമുണ്ട് കെട്ടി ആ കുട്ടി മരണപ്പെട്ടു എന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ അങ്ങനെയുള്ളൊരു തീരുമാനമെടുക്കാൻ ആ കുട്ടി തയ്യാറാകുന്നതിൻ്റെ പിന്നിലുള്ള ഒരു മനോഭാവം രൂപപ്പെട്ടത് എങ്ങനെയാണ്? അതിന് തൊട്ടടുത്ത ദിവസമാണ് മറ്റൊരു വാർത്ത. ഉമ്മയുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങി റോട്ടിലേക്ക് വളരെ സ്പീഡിൽ ഓടിയ കുട്ടി എതിരെ വന്ന ബൈക്ക് തട്ടി മരണപ്പെട്ടു എന്നതാണ്. ഇതുപോലെ സമാനമായ എത്ര സംഭവങ്ങൾ. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഇങ്ങനെയുള്ള ഒരു അഗ്നിപർവ്വത സമാനമായ ഒരു സാഹചര്യത്തിൽ എപ്പോഴും പൊട്ടാവുന്ന, ഏത് വീട്ടിലും എപ്പോഴും സംഭവിക്കാവുന്ന സംഭവങ്ങളുടെ ഒരു ഐസ്ബർഗ് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ കാണുന്നത്. നമ്മുടെ പല വീടുകളിലുമുള്ള അവസ്ഥ അതാണ്. കുട്ടികൾ വാശി പിടിച്ചാൽ രക്ഷിതാക്കൾ നിസ്സഹായകരായി പോകുന്ന ഒരു അവസ്ഥ. ഇവിടെയാണ് പലരും പറയുന്നത് എന്ത്, അത് കുട്ടികളുടെ കുഴപ്പമാണ്, എന്താ ഇപ്പം ചെയ്യുക, കുട്ടി വാശി പിടിച്ചാൽ എന്താ ചെയ്യുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികളെ നമ്മൾ ഒരിക്കലും കുറ്റം പറയരുത്, പ്രത്യേകിച്ച് ആ പ്രായങ്ങളിലുള്ള കുട്ടികളെ. കാരണം ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചിന്തിക്കുമ്പോൾ കുട്ടികളെല്ലാവരും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് എന്നതാണ്. പിന്നെ അവരെ ദിശ തെറ്റിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നത് രക്ഷിതാക്കളുടെ സമീപനങ്ങളാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. എല്ലാ കുട്ടികളും ജനിക്കുന്നത് ഫിത്രത്തോടുകൂടിയാണ്, ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ്. അവർ തൗഹീദോടുകൂടിയാണ്, അവർ നല്ല പ്രകൃതിയോടുകൂടിയാണ് ജനിച്ചു വീഴുന്നത്. എന്നാൽ പിന്നീട് അവരെ യഹൂദികളും നസ്രാനികളും മജൂസികളുമൊക്കെ ആക്കി മാറ്റുന്നത് അവരുടെ മാതാപിതാക്കളാകുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഒരു രക്ഷിതാവിൻ്റെ ഇടപെടൽ തന്നെയാണ് കുട്ടി ഏത് ദിശയിലേക്ക് തിരിയണമെന്ന കാര്യത്തിലുള്ള തീരുമാനം. അപ്പോൾ ഈ കാര്യത്തിലും നമ്മൾ അത് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദാഹരണം പറഞ്ഞപ്പോൾ മൊബൈലിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞല്ലോ, എല്ലാവരും പ്രയാസപ്പെടുന്ന ഒരു സംഗതിയാണത്. ഈ കുട്ടികൾ മൊബൈലിന് ഒരു അടിമയാകുന്ന ഒരവസ്ഥയിലേക്ക് പോയത് എന്തൊരു സാഹചര്യത്തിലാണ്? ആദ്യം കുട്ടികൾക്ക് മൊബൈൽ കൊടുത്തത് ആരാ? അയൽവാസിയല്ല, നാട്ടുകാരല്ല, രക്ഷിതാക്കളാണ്, ഉമ്മയാണ്. അത് കൊടുക്കുന്ന പ്രായം ഏതാ? വളരെ ചെറിയ പ്രായത്തിൽ, ഒക്കത്ത് വെച്ച് നടക്കുന്ന സമയത്ത്. എന്തിനാ കൊടുക്കുന്നത്? നിസ്സാര കാരണം കൊണ്ട്. കുട്ടി ഭക്ഷണം കഴിക്കാൻ വാശി പിടിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒന്ന് വാശി പിടിച്ച് നിലത്ത് കിടക്കുമ്പോൾ അതിൽ നിന്ന് തൽക്കാലം ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി വേഗം കൊടുക്കുന്നത് മൊബൈലാണ്. അതും ശാസ്ത്രീയമായി, വൈദ്യശാസ്ത്രപരമായി കുട്ടികളുടെ ശാരീരിക പ്രകൃതിയെപ്പറ്റി പഠിച്ച ആളുകളൊക്കെ പറയുന്നത് 1 വയസ്സിൻ്റെയും ഒരു 3-4 വയസ്സിൻ്റെയും ഇടയിൽ കുട്ടികളുടെ ഓർമ്മശക്തി ഉറക്കാത്ത പ്രായമാണ് എന്നാണ്. അപ്പം നമ്മളോട് തന്നെ ചോദിച്ചാൽ, നമ്മളെ ചെറിയ പ്രായത്തെപ്പറ്റി നമ്മളോട് ചോദിച്ചാൽ, നമുക്കൊരു സ്കൂളിൽ ചേർത്ത കാലത്തിന് ശേഷമുള്ള കാര്യം കുറച്ചെങ്കിലും നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുള്ളൂ. അതിന് മുമ്പുള്ള 2-ാമത്തെ വയസ്സ് 3-ാമത്തെ വയസ്സൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ചിലർ പറയും എന്ത്, എൻ്റെ വാപ്പ മരിക്കുമ്പോൾ എനിക്ക് 2 വയസ്സാണത്രേ, എനിക്കൊന്നും ഓർമ്മയില്ല എന്നാ പറയാം. അങ്ങനെ ഓർമ്മയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഈ മൊബൈൽ എന്ന വസ്തു കൊടുക്കുന്നതോടുകൂടി വമ്പിച്ച ആഘാതങ്ങളാണ് ആ കുട്ടികളുടെ തലച്ചോറിൽ, മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്നത്. പിന്നെ അവർ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതിനങ്ങോട്ട് അഡിക്റ്റായി മാറുകയാണ്. പിന്നെ അത് പിന്നീട് നമുക്കത് തിരിച്ചു വാങ്ങാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അത് കഴിയാതെ വരികയും നേരത്തെ പറഞ്ഞതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആദ്യം മൊബൈൽ കൊടുക്കുന്നത് രക്ഷിതാക്കളാണ്, ആദ്യം പണം കൊടുക്കുന്നത് രക്ഷിതാക്കളാണ്, ആദ്യം കുട്ടികൾക്ക് ഒഴിവു സമയം കൊടുക്കുന്നത് രക്ഷിതാക്കളാണ്. ഈ ഒഴിവു സമയവും ആരോഗ്യവും ഒക്കെ ചേർന്ന് വന്നാൽ അതെന്ത് സംഭവിക്കും? അത് വലിയ നിഅമത്താണ്. ആരോഗ്യവും ഒഴിവു സമയവും എന്ന് പറയുന്നത് വലിയ നിഅമത്താണ്. പക്ഷെ മഹാഭൂരിപക്ഷം ആളുകളും അതിൽ വഞ്ചിതരാകുന്നു എന്നതാണ്. അപ്പം അത് ചെറുപ്രായത്തിൽ തന്നെ അത് രണ്ടും യോജിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ +2-നും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഇങ്ങനെയുള്ള കാശും അതേപോലെ തന്നെ സമയവും അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെവിടെയും പോകും. ഇപ്പം നമ്മളെ നാട്ടിലുള്ള ഒരു പുതിയ സംസ്കാരമാണെന്ത്, 11-12 മണിക്ക് ശേഷമാണ് പല സ്ഥലത്തും ഇപ്പോൾ കളി ആരംഭിക്കുന്നത്. അതിനുള്ള ടർഫുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുങ്ങിയിട്ടുണ്ട്. ടർഫ് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. പൊതു ഇടങ്ങൾ നമുക്ക് ആവശ്യമാണ്, വ്യായാമത്തിനുള്ള സ്ഥലം കേരളത്തിൽ ആവശ്യമാണ് കുറഞ്ഞു വരുന്ന സ്ഥിതിക്ക്. എന്നാൽ രാത്രി കാലങ്ങളിൽ അവിടെ പോയി സജീവമാകുന്നത് ഒരു ഫാഷനാക്കി, നൈറ്റ് ലൈഫ് എന്നത് പാശ്ചാത്യ നാടുകളെപ്പോലെ
നമ്മുടെ നാട്ടിലേക്കും കൊണ്ടുവരേണ്ടതാണ് എന്ന് പറയുന്ന ഒരു വലിയ അജണ്ടയുണ്ട് ഇവിടെ. തിരുവനന്തപുരത്ത് മാനവീയം വീഥി എന്ന് പറയുന്ന ഒരു വീതിയെ സംബന്ധിച്ച് ഈ അടുത്ത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇതാണ് രാത്രി ലൈഫാണ്. വൈകുന്നേരം 5 മണിക്ക് തുടങ്ങി നേരം വെളുക്കും 5 മണി വരെയുള്ള രാത്രി. ആ രാത്രിയിൽ ചെറുപ്പക്കാരായ ആളുകൾ അവിടെ അടിച്ചു പൊളിക്കുകയാണ്. ഇനി അങ്ങനെയുള്ള സ്ഥലങ്ങൾ കേരളത്തിൽ മുഴുവൻ ഉണ്ടാകണമെന്നാണ്. അവസാനം കേരളത്തിലെ പട്ടണങ്ങളൊക്കെ അങ്ങനെ ആകണമെന്നാണ് ഗവൺമെന്റിനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പോലും ഇന്ന് ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത്. എവിടേക്കാണ് നമ്മുടെ നാട് പോകുന്നത്? അങ്ങനെ ഈ കുട്ടികൾ ഇങ്ങനെയുള്ള ഒരു സംസ്കാരത്തിലേക്ക് വരുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു? അവിടെ വെച്ചുകൊണ്ടാണ് അവരെല്ലാ ദുശ്ശീലങ്ങളും പഠിക്കുന്നത്. കാരണം ഒരേ പ്രായത്തിലുള്ള കുറച്ച് കുട്ടികൾ ആരും ശ്രദ്ധിക്കാനില്ലാത്ത ഒരു സ്ഥലത്തും ഒരു സമയത്തും രാത്രി 12 മണിക്ക് 1 മണിക്ക് ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ കളിയും വിനോദവും മാത്രമല്ല നടക്കുന്നത്. തൊട്ടപ്പുറത്ത് എല്ലാ മയക്കുമരുന്നുകളും സിന്തറ്റിക് ലഹരികളും അതുപോലെ തന്നെ ആൺ പെൺ വ്യത്യാസമില്ലാത്ത കൂടിക്കലരലുകളും എല്ലാത്തിനുമുള്ള സന്ദർഭം കൂടി അപ്പുറത്ത് ഒരുങ്ങുകയാണ്. അവിടെ നിന്നാണ് ലഹരിയുടെ ഉപയോഗങ്ങൾ ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് അവിഹിത ബന്ധങ്ങൾ തുടങ്ങി വെക്കുന്നത്. ഇതിനുള്ള പശ്ചാത്തലമൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ആദ്യം നൽകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ രക്ഷിതാക്കൾ തന്നെയാണ്. ഇന്ന് നമ്മുടെ സ്കൂളുകളിലൊക്കെ കാണുന്ന ഒരു വലിയ പ്രതിഭാസമാണ് കോസ്മെറ്റിക് വസ്തുക്കൾ വ്യാപകമായി കുട്ടികൾ സ്കൂളുകളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്നു എന്നത്. അത് LP ക്ലാസ്സുകളിൽ നിന്ന് തുടങ്ങി UPയിൽ നിന്ന് തുടങ്ങി ഹൈസ്കൂളുകളിലൊക്കെ നമുക്ക് വ്യാപകമായി കാണാൻ കഴിയും. ചുണ്ട് ചോപ്പിക്കുന്നു, ഐലൈനുകൾ ചെയ്യുന്നു. അത് വളരെ അലങ്കൃതമായി കുട്ടികൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യം, അങ്ങനെ മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒരു സാഹചര്യം. എങ്ങനെയാണ് കുട്ടികൾക്ക് കിട്ടുന്നത്? ഈ കുട്ടികൾക്ക് എവിടെയാണ് വരുമാനമുള്ളത്? ഈ കുട്ടികൾക്ക് ഇത് വാങ്ങിക്കൊടുക്കുന്നത് ആരാണ്? രക്ഷിതാക്കളാണ്. സംശയിക്കൊന്നും വേണ്ട. അതുപോലെ തന്നെ പെൺവേഷം കെട്ടുന്ന ആണുങ്ങൾ, ആൺവേഷം കെട്ടുന്ന പെൺകുട്ടികൾ, അവർക്ക് ആ ഡ്രസ്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്? 6ാം ക്ലാസ് പഠിക്കുന്ന, 7ാം ക്ലാസ് പഠിക്കുന്ന, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് എവിടെയാണ് വരുമാനമുള്ളത്? ഈ വിലപിടിപ്പുള്ള ഈ ലെഗിൻസും അതുപോലെയുള്ള വസ്ത്രങ്ങളും ആരാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്? രക്ഷിതാക്കളാണ്. രക്ഷിതാക്കൾ ഇന്ന് ചെയ്യുന്നത് എന്താ? ടെക്സ്റ്റൈൽസുകളിലേക്ക്, ഇതുപോലെയുള്ള കോസ്മെറ്റിക് കടകളിലേക്ക് വണ്ടി അവിടെ കൊണ്ടുപോയി നിർത്തി മക്കളെ കയ്യിൽ കാശും കൊടുത്ത് ആണ് കയറ്റി വിടുകയാണ്. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരിക. അതിൻ്റെ ഇടയിൽ കയറി അതിൻ്റെ കൂടെ പോകുന്ന പോലുമില്ല. കുട്ടികളുടെ ഇഷ്ടത്തിന് യഥേഷ്ടം വിടുക. എന്നിട്ട് കയറി വരുമ്പോൾ പറയുന്ന ജാമ്യം എടുക്കുന്നത് എന്താ? പുതിയ കാലല്ലേ, അവരുടെ കുട്ടികളൊക്കെ അങ്ങനെയാണ്, അവരുടെ സുഹൃത്തുക്കൾ അങ്ങനെയാണ്, അവള് മാത്രമേ ഇപ്പോൾ പാൻറ് ഇടാത്തുള്ളൂ, അവള് മാത്രമേ ഇപ്പോൾ ഇത് ഉപയോഗിക്കാത്തുള്ളൂ, എന്നും വീട്ടിൽ പ്രശ്നമാണ്, ഇനി അവൾക്കൊരു വിഷമം വേണ്ട, അവനൊരു വിഷമം വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനൊക്കെ നിന്ന് കൊടുക്കുന്ന ഒരു സാഹചര്യം. അപ്പം ഞാൻ പറയുന്നത്, കുട്ടികളെ അല്ല നമ്മൾ കുറ്റം പറയേണ്ടത്, രക്ഷിതാക്കൾ തന്നെയാണ് ഈ കാര്യത്തിലൊക്കെ ആദ്യം ശ്രദ്ധ ചെലുത്തേണ്ടത്. അത് ആ രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ചില രക്ഷിതാക്കൾ പറയാറുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, മൗലവി നിങ്ങൾ പറയുന്നത് പോലെ ഒന്നല്ല, ഭയങ്കര വാശിയാണ്, അവൾ പറഞ്ഞാൽ കേൾക്കൂല. പിന്നെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ അത്യാഹിതം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അപ്പോൾ പിന്നെ നമ്മളാണ് നിന്ന് കൊടുക്കുകയാണ് എന്നുള്ളതാണ്. അതായത് അവരനുസരിക്കണില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പല രക്ഷിതാക്കളും ഇന്ന് കുട്ടികളെ എന്തെങ്കിലും ഉപദേശിക്കാൻ വേണ്ടി മാത്രമാണ് പലപ്പോഴും വിളിക്കാറുള്ളതും സംസാരിക്കാറുള്ളതും. അത് മാറിയിട്ട് കുട്ടികളുമായി കൂടുതൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ മാത്രം ഇടപെടേണ്ടവരല്ല രക്ഷിതാക്കൾ. നമ്മുടെ സുഹൃത്തായി മാറണം. വാപ്പ ഒരു സുഹൃത്താകണം, ഉമ്മ ഒരു സുഹൃത്താകണം. അതിനെന്ത് വേണം? കുട്ടികളോടൊപ്പം നന്നായി നമ്മൾ സമയം ചെലവഴിക്കണം. ഇപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പോലും എല്ലാവരും അവരവരുടെ ലോകത്താണ്. ഉപ്പയുടെ ലോകത്ത്, ഉമ്മയുടെ ലോകത്ത്, മക്കൾ അവരുടെ മൊബൈലിൽ അവരുടെ ലോകത്ത്. കുഞ്ഞുണ്ണി മാഷ് പാടിയല്ലോ, എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, എന്നാൽ നമുക്ക് ഇല്ല ഒരു ലോകമെന്ന്. അതുപോലെ മക്കൾക്കുണ്ടൊരു ലോകം, രക്ഷിതാക്കൾക്ക് വേറൊരു ലോകമുണ്ട്. എല്ലാവർക്കും കൂടിയൊരു ലോകം ഇന്ന് വീടുകളിൽ പലപ്പോഴും ഇല്ല. എന്തിനധികം ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അവരവരുടെ വാട്സപ്പിലാണ് ഓരോരുത്തരും ഉള്ളത്. അതൊക്കെ നമ്മൾ വീട്ടിലൊരു യോഗം കൂടിയിട്ട് പറയേണ്ട കാര്യമാണ്. എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറയണം. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. അങ്ങനെ പരസ്പരം സംസാരിക്കണം. സ്വന്തം ലോകത്താകാൻ പാടില്ല. പരമാവധി ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഒന്നിച്ച് പള്ളിയിൽ പോകാൻ ശ്രമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയൊക്കെ മാതൃക അതാണ്. ഒരു സ്വഹാബി പറഞ്ഞു, എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഒരൊറ്റ കുട്ടിനെ ഇതുവരെ ചുംബിച്ചിട്ടില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറഞ്ഞത് മൻ ലാ യർഹം ലാ യുർഹം എന്നാണ്. അതായത് കരുണ കാണിക്കാത്ത ആളുകൾക്ക് മുകളിൽ കരുണ കാണിക്കപ്പെടുകയുമില്ല എന്ന്. നിങ്ങൾക്ക് അല്ലാഹു നിങ്ങളെ കാരുണ്യത്തിൽ നിന്ന് തടഞ്ഞതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കുട്ടികളെ ചുംബിക്കുമായിരുന്നു, അവരോടൊപ്പം കളിക്കുമായിരുന്നു. ഈ തിരക്കിനിടയിൽ റസൂലുള്ളാഹി അതിനൊക്കെ സമയം കണ്ടിരുന്നു. ഇനിയുള്ള പുതിയ കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ കുട്ടികളോടൊപ്പം ചേർന്ന് നിൽക്കണം. നമ്മൾ നിർബന്ധമായി അതിന് എത്ര തിരക്കുള്ള കച്ചവടക്കാരനാണെങ്കിലും എത്ര തിരക്കുള്ള സംഘടനാ പ്രവർത്തകനാണെങ്കിലും കുട്ടികളുമായി ഇടപഴകാനുള്ള സമയം കണ്ടേ പറ്റൂ. ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നത്? കുട്ടി എന്തെങ്കിലും ഒരു അത്യാഹിതം ചെയ്ത് കഴിയുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ മൗലവിനോട് പോയിട്ട് നിങ്ങൾ എൻ്റെ കുട്ടീനോടൊന്ന് സംസാരിക്കണം. നമുക്ക് സംസാരിക്കാൻ പറ്റണില്ല, ഒരു റോപ്പില്ല, ഒരു ബന്ധമില്ല കുട്ടികളോട്, പിന്നെ എങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റുക? അപ്പം അതിന് മാറി നമ്മൾ എപ്പോഴും കുട്ടികളോട് സംസാരിക്കാവുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. അതിന് അഭേദ്യമായ ബന്ധം നമ്മളും കുട്ടികളും തമ്മിൽ ഉണ്ടാകണം എന്നത് തന്നെയാണ് പുതിയ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിക്കുകയാണെങ്കിൽ തന്നെ ഡാ ഇവിടെ വാന്ന് പറയും. അതോടുകൂടി തന്നെ കുട്ടിൻ്റെ മനസ്സിൽ എന്ത് വന്നു? എന്നെ ചീത്ത പറയാൻ വിളിക്കുകയാണെന്ന് വന്നു. പിന്നെ അങ്ങനെ വന്ന് നിന്നിട്ട് കേൾക്കുന്നുണ്ടാവും പറയണതൊക്കെ. ഒരു 10 മിനിറ്റ് വാപ്പയാണ് സംസാരിച്ചിട്ട് മഴ പെയ്ത് ചോരുന്നത് പോലെയാണ് ചോർന്ന് കഴിഞ്ഞാൽ അവസാനം കഴിഞ്ഞോ ചോദിക്കും. കഴിഞ്ഞോന്ന് എൻ്റെ അർത്ഥം എന്താ? എന്നെ ചീത്ത പറയാൻ വിളിച്ചല്ലേ ഞാൻ കേട്ടു, എന്നാ ഞാൻ പോട്ടെ. ആ പറഞ്ഞതൊന്നും തലേക്ക് കയറിയിട്ടുണ്ടാവില്ല. ആ രീതിയല്ല വേണ്ടത്. പിന്നെ രക്ഷിതാക്കൾ മാതൃകയാകണം. കുട്ടികളോട് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അവിടെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളതെല്ലാം ചെയ്യുന്നൊരവസ്ഥയാണ് എങ്കിൽ കുട്ടികൾ പറഞ്ഞത് കേൾക്കുകയില്ല. അതുപോലെ കുട്ടികൾ മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ ഉപയോഗിക്കുന്നത് പൊതുസ്ഥലത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറയണം. അതിന് പ്രത്യേക സമയം നമ്മൾ നിശ്ചയിച്ചു കൊടുക്കണം. അവരുടെ ഫോണ് നമ്മളിടയ്ക്ക് പരിശോധിക്കണം. അതുപോലെ തന്നെ എവിടേക്ക് പോകുന്നു, എവിടെ നിന്ന് വരുന്നു എന്നറിയണം. കൊടുക്കുന്ന പണത്തിൻ്റെ കണക്ക് നമ്മൾ ചോദിക്കണം. അങ്ങനെ വൻതോതിലുള്ള ഇടപെടൽ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ നടത്തണം. പിന്നെ ഇതൊക്കെ പറയുമ്പോഴും ചില രക്ഷിതാക്കൾ പറയും നമ്മൾ വീട്ടിലുള്ള സമയത്ത് കുട്ടി ഓക്കെയാണ്, അപ്പോൾ മൊബൈലൊന്നും അധികം എടുക്കൂല, വളരെ നല്ല കുട്ടിയാണ്. പക്ഷെ നമ്മളെ കണ്ണ് വെട്ടിച്ചാൽ പിന്നെ അവനെ പിടിക്കാൻ കിട്ടൂല. നമ്മൾ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കി നമ്മളോട് പോരുക, പിന്നെ എങ്ങനെയാണ് അവിടെ ജീവിക്കണമെന്ന് നമുക്ക് അറിയണില്ല. ഇതിലെന്താ പരിഹാരം എന്ന് ചോദിക്കുന്നവരെയും നമുക്ക് കാണാം. അവിടെയുള്ളൊരു പരിഹാരമാണ് ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകന് കൊടുത്ത ഒരു ഉപദേശം. അതാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. എന്താ ലുക്മാൻ അലൈഹിസ്സലാം പറഞ്ഞത്? യാ ബുനയ്യ. ആ വിളിയെന്നെ നോക്കി നിങ്ങൾ, പൊന്നു മോനെ എന്നാണ്. അങ്ങനെ വിളിക്കാൻ കഴിയുക, അതാണ് താക്കോൽ. ഒരു വീടിനുള്ളിലേക്ക് നമ്മൾ കയറുമ്പോൾ ആദ്യം താക്കോലിട്ട് നമ്മൾ തിരിച്ച് വാതിൽ തുറക്കും, അല്ലാതെ ചവിട്ടി പൊളിക്കുക ചെയ്യുക. ഇതുപോലെ കുട്ടിയുടെ മനസ്സ് തുറക്കുന്ന ഒരു വിളിയാണെന്ത്? യാ ബുനയ്യ, പൊന്നു മോനെ. അത് വിളിക്കുന്നതോടുകൂടി തന്നെ കുട്ടി നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാകും. ഞാൻ എന്താ പറയുന്നത്? ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. എൻ്റെ കുഞ്ഞു മകനെ, നിശ്ചയമായും ഒരു കാര്യം അതൊരു കടുകുമണിയുടെ തൂക്കമായിരുന്നാലും, എന്നിട്ടത് ഒരു പാറക്കല്ലിൻ്റെ ഉള്ളിലോ ആകാശത്തോ ഭൂമിയിൽ എവിടെയെങ്കിലും ആയിരിക്കുകയും ചെയ്താലും അള്ളാഹു അത് കൊണ്ടുവരുന്നതാണ്. നിശ്ചയമായും അള്ളാഹു നിഗൂഢജ്ഞനും സൂക്ഷ്മമായ കാര്യങ്ങൾ അറിയുന്നവനുമാകുന്നു എന്നാണ്. ഈ ബോധം ഒരു ചിപ്പ് കുട്ടികളുടെ തലയിൽ അടിച്ചു കയറ്റണം നമ്മൾ. അതെന്താ? അള്ളാനെ പേടി. മോനെ, വാപ്പ കണ്ടില്ലെങ്കിലും ഉമ്മ കണ്ടില്ലെങ്കിലും അധ്യാപകർ കണ്ടില്ലെങ്കിലും നിന്നെ കാണുന്നൊരു പടച്ചുണ്ട് കേട്ടോ, ഒരു അള്ള ഉണ്ട് കേട്ടോ. എന്ത് നീ ചെയ്താലും, ഇത് ഹോസ്റ്റലിൽ വെച്ച് ചെയ്താലും, ബസ് സ്റ്റാൻഡിൽ വെച്ച് ചെയ്താലും, ബെഡ്റൂമിൽ വെച്ച് ചെയ്താലും, പുതപ്പിനുള്ളിൽ വെച്ച് ചെയ്താലും, നീ മൊബൈലിൽ എന്ത് കണ്ടാലും ഇതെല്ലാം അള്ള അറിയുന്നുണ്ട് മോനെ എന്ന ഒരു ബോധം കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചുകൊണ്ട് ആ പടച്ചോനെ പേടി നമ്മൾ അവർക്ക് നൽകിക്കൊണ്ടിരിക്കണം. ഇതാണ് ഏറ്റവും വലിയ പരിഹാരം എന്ന് പറയുന്നത്. ആ പരിഹാരം എവിടുന്നാ കിട്ടുക? അതിനാണ് ചെറുപ്രായത്തിൽ നമ്മൾ മദ്രസയിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കണം എന്ന് പറയുന്നത്. മദ്രസ വിദ്യാഭ്യാസത്തോട് നമുക്ക് നല്ല സമീപനം ഉണ്ടാകേണ്ടതുണ്ട്. ഇന്നും ഭൗതിക വിദ്യാഭ്യാസത്തിന് നമ്മൾ വൻതോതിൽ ഫീസ് കൊടുക്കും. പക്ഷെ അതേ രക്ഷിതാവ് തന്നെ മദ്രസയിൽ 200 രൂപ 500 രൂപ ഫീസ് കൊടുക്കാൻ പറഞ്ഞാൽ അത് ആ സമയത്ത് കൊടുക്കാൻ പലർക്കും തയ്യാറല്ല. പിന്നെ എങ്ങനെ നമ്മളെ മക്കൾക്ക് ഈ ബോധം കിട്ടുക? അതുപോലെ തന്നെ മക്കൾ വളർന്നു വലുതായാൽ ഇൻഷാ അല്ലാഹ് ഈ ജാമിയ അൽ ഹിന്ദ് ഇവിടെ ആൺകുട്ടികൾക്കും അവിടെ പെൺകുട്ടികൾക്കുമുണ്ട്. ഇനിയും ഒരുപാട് പദ്ധതികൾ ഇൻഷാ അല്ലാഹ് വരാൻ പോവുകയാണ്. നിങ്ങൾ തീരുമാനിക്കും, നമ്മളെ വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെങ്കിലും മതം ആഴത്തിൽ പഠിക്കട്ടെ. മതം ആഴത്തിൽ പഠിച്ചവർക്കല്ലാതെ, അള്ളാഹുവിനെ കുറിച്ച് പരലോകത്തെക്കുറിച്ച് കൃത്യമായ ബോധമുള്ള മക്കൾക്കല്ലാതെ
ഈ മതനിരാസത്തിന്റെ കാലത്ത്, ഈ ലിബറലിസത്തിന്റെ കാലത്ത്, ഈ അന്ധവിശ്വാസത്തിന്റെ കാലത്ത് ഈ കൊടുങ്കാറ്റിൽ പിടിച്ചു നിൽക്കുവാനുള്ള അത്താണി മറ്റൊന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ മക്കൾ എവിടെ പോയാലും, ഏത് വിദേശത്താകട്ടെ, ഏത് ഹോസ്റ്റലിലാകട്ടെ, ഏത് ബസ്സിലാകട്ടെ, ഏത് ബസ് സ്റ്റാൻഡിലാകട്ടെ, രാത്രിയാകട്ടെ പകലാകട്ടെ, എവിടെ പോയാലും അവർ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ, ഈ മതബോധം അവർക്ക് കൃത്യമായിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഒരിക്കലും ബേജാറാകേണ്ടതില്ല എന്നതാണ്. അപ്പോ എന്താ അതിന് പരിഹാരം? ചെറുപ്രായത്തിൽ മതബോധം കൊടുക്കുക, ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ കുട്ടികളെ എത്തിക്കുക, അവർക്ക് ശരിയായ മതപരമായ എൽമു കൊടുക്കുക. അങ്ങനെയുള്ള എൽമുള്ളവർ നാട്ടിലുണ്ടാവുക. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തന മേഖലയിൽ നമ്മുടെ കുട്ടികളെ ചേർത്ത് പിടിക്കുക. അതിനാണ് ചെറിയ മക്കൾക്ക് ബാലവേദി, അതിന് മുതിർന്ന കുട്ടികൾക്ക് വിസ്ഡം സ്റ്റുഡൻസ്, അതിലും മുതിർന്ന ആളുകൾക്ക് വിസ്ഡം യൂത്ത്, അതുപോലെ തന്നെ വിസ്ഡം ഗേൾസ്, വിസ്ഡം ലേഡീസ്. ഇതിൻ്റെ ഒക്കെ ഒരു അംബ്രല്ലയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ഈ ഒരു സംവിധാനത്തോടൊപ്പം യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വകൂനു മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന വിശുദ്ധ ഖുർആനിന്റെ ആ തത്വം സ്വീകരിച്ചുകൊണ്ട് ഈ നന്മയോടൊപ്പം, ഈ സംഘടനാ പ്രവർത്തനങ്ങളോടൊപ്പം നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ ഭാര്യയുണ്ട്, സഹോദരിയുണ്ട്, നമ്മളുണ്ട് എന്ന് ഉറപ്പുവരുത്തിയാൽ നമുക്ക് ഏത് തിരമാലയിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. ഈ മതബോധമുണ്ടായാൽ പെണ്ണിന് ഷൈക്കൻഡ് കൊടുക്കുന്ന കുട്ടികൾ ഉണ്ടാവുകയില്ല, ആണിന് ഷൈക്കൻഡ് കൊടുക്കുന്ന കുട്ടികൾ ഉണ്ടാവുകയില്ല. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ പറഞ്ഞതൊരു നിങ്ങളൊരു ഫ്രണ്ട്സിനെ കണ്ടെത്തണം, ആ ഫ്രണ്ട്സിന് പോയിട്ട് ഷൈക്കൻഡ് കൊടുക്കണം എന്ന് പറഞ്ഞതിന് അധ്യാപകൻ ഒരു മത്സരമായിട്ട്. അപ്പോൾ നമ്മളെ മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ ഷൈക്കൻഡ് കൊടുക്കൂലായിരുന്നു, പെൺകുട്ടിക്ക് ഷൈക്കൻഡ് കൊടുക്കാൻ പാടില്ല. ആ കുട്ടിക്ക് ആ ബോധം എവിടുന്ന് കിട്ടിയതാ? അത് മദ്രസയിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെ ചില വിത്തുകൾ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പൊ എവിടെ പോയാലും ഇവർ തെറ്റൂല. ഈ മതബോധമുണ്ടായാൽ ആൺ പെൺ കൂടിക്കലരുകളും ആ നിലക്കുള്ള അഭ്യാസങ്ങളിലും നമ്മളെ കുട്ടികൾ ഉണ്ടാവില്ല, പ്രണയക്കുരുതികളിൽ പെടുകയില്ല, അവരൊരിക്കലും ആണും പെണ്ണും ഒറ്റക്കാവുകയില്ല, അവർ സ്വവർഗരതിയെ ന്യായീകരിക്കുകയില്ല, അവർ ആൺവേഷം കെട്ടുകയില്ല, പെൺവേഷം കെട്ടുകയില്ല, അവർ ജെൻഡർ ന്യൂട്രൽ ആവില്ല, അവർ ലഹരി റാക്കറ്റിൽ ഒരിക്കലും പെടില്ല, അവർ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ തള്ളില്ല, അവർ സമയം അനാവശ്യമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ കളയില്ല. അതിന് മതബോധം കൊണ്ട് മാത്രമേ നമ്മുടെ മക്കളെ പിടിച്ചു നിർത്താൻ കഴിയുകയുള്ളൂ. ആ മക്കൾ നമ്മുടെ അമാനത്താണ് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി നമുക്ക് മക്കളെ നയിക്കാൻ സാധിക്കണം. ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 10-11 തീയതികളിൽ നടക്കാനിരിക്കുന്ന ആ യൂത്ത് കോൺഫറൻസ് വലിയ വിജയമാക്കേണ്ടതുണ്ട്. അത് യുവാക്കളും യുവതികളും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.